വിശദമായ വാർത്തകളിലേക്ക്. ഇരുചക്ര വാഹനക്കാർ ഹെൽമറ്റ് ധരിക്കാതെ ഇനി മുതൽ പെട്രോൾ നൽകില്ലെന്ന് ഗതാഗത കമ്മീഷണർ ടോമിൻ താച്ചങ്കരി. ആദ്യഘട്ടമായി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പാക്കും. ഇതു സംബന്ധിച്ച് ഇന്ധന കമ്പനികൾക്കും പെട്രോൾ പമ്പുകൾക്കും നിർദ്ദേശം നൽകും. ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനെത്തുന്ന ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കാണ് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ ഇന്ധനം നൽകേണ്ട എന്ന ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ തീരുമാനം കർശനമായി നടപ്പാക്കും. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാത്തത് കാരണം കഴിഞ്ഞ വർഷം അപകട മരണങ്ങൾ ക്രമാതീതമായി കൂടിയതിനാലാണ് ഈ നടപടിയെടുക്കാൻ തീരുമാനിച്ചതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. ഇരുചക്ര വാഹനങ്ങൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വരുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഇന്ധനം നിഷേധിക്കുവാനുള്ള കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. തീരുമാനത്തിന്റെ ഭാഗമായി പമ്പുകളിൽ ക്യാമറകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. പെട്രോൾ നൽകാത്തതിന്റെ പേരിൽ പമ്പുകളിൽ പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ചേർന്ന് നടപടി സ്വീകരിക്കും. കൂടാതെ പമ്പുകളിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനവുമായി എത്തുന്നവർക്ക് വലിയ തുക പിഴയായും ഈടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് അപ്രായോഗികമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പെട്രോൾ പമ്പിൽ ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് ഇന്ധനം കൊടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ആ കാര്യത്തിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയാസമുണ്ടെങ്കിൽ ഇതിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് സന്നദ്ധമാണ്. ആദ്യഘട്ടത്തിൽ 3 പ്രധാന നഗരങ്ങളിൽ നടപ്പാക്കുന്ന സംവിധാനം തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം പ്രാബല്യത്തിലാക്കാനാണ് തീരുമാനം. ഇനി മുതൽ ഹെൽമറ്റ് ധരിക്കാതെ ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പുകളിൽ നിന്ന് പെട്രോൾ ലഭിക്കുകയില്ല. ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കുകയാണ്. ക്യാമറാമാൻ ബിജു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനൂർ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ധവളപത്രത്തിന്റെ കരട് മന്ത്രിസഭ അംഗീകാരം നൽകി. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇരട്ടി പദവിയും വിഷയവും ചീഫ് സെക്രട്ടറി പരിശോധിക്കും. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ സനിൽ ഫിലിപ്പിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന തീരുമാനിക്കാനും ചെയർമാൻ സ്ഥാനം ഇരട്ട പദവിയുടെ ഭാഗമാകുമോ എന്ന നിയമപ്രശ്നത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് മന്ത്രിസഭായോഗം ചീഫ് സെക്രട്ടറി MS വിജയാനന്ദനെ ചുമതലപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിന്റെ കരട് മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ധവളപത്രം നിയമസഭയിൽ വെക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകി. കോടതി വിധിയെ തുടർന്ന് അടച്ചുപൂട്ടപ്പെട്ട മലാപ്പറമ്പ്, പാലോട്ട്, വെല്ലൂർ, മരങ്ങാട്ടുപുറി എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അഡ്വക്കേറ്റ് G പ്രകാശിനെ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി നിയമിക്കും. മലപ്പുറം പാലച്ചിറമേട് വാഹനാപകടത്തിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കരമന ദേശീയപാതയിലെ കുഴിയിൽ വീണ് മരിച്ച പ്രകാശിന്റെ ഭാര്യയ്ക്ക് ജോലിയും 5 ലക്ഷം രൂപ ധനസഹായവും അനുവദിക്കും. അപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ സനൽ ഫിലിപ്പിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് സ്വദേശി രാജന്റെ മകൻ ലിനു രാജന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 5 ലക്ഷം രൂപ നൽകും. മുൻ MLA KC കുഞ്ഞിരാമന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും. സർക്കാരിന് കീഴിലെ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയിലെ അനൌദ്യോഗിക അംഗങ്ങളെ പിൻവലിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 23% വർധനവോടെയാണ് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. പെൻഷൻ 24% വർദ്ധിപ്പിച്ചു. 2016 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധനവ് നടപ്പാക്കുക. ശമ്പള വർധനവ് നടപ്പാക്കിയതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഖജനാവിന് ഉണ്ടാവുക. ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ജസ്റ്റിസ് മാത്തൂർ അധ്യക്ഷനായ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 3 ഇരട്ടി വർദ്ധിച്ചു. ശരാശരി 23.6% വർധനവ് വരുത്തിയാണ് ശമ്പളം പരിഷ്കരിച്ചത്. അടിസ്ഥാന ശമ്പളത്തിൽ 14.27% വർധനവുണ്ടാകും. മറ്റ് അലവൻസുകൾ കൂടി ചേർത്ത് 23.55% വർധനവാണ് ഉണ്ടാവുക. പെൻഷൻ തുകയിൽ 24% വർധനവാണ് ഉണ്ടാവുന്നത്. ഗ്രാറ്റുവിറ്റി പരിധിയും ഉയർത്തി. ഇതോടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയരും. സൈന്യത്തിലെ ശിപ്പായിയുടെ ശമ്പളം 8,460 രൂപയിൽ നിന്ന് 21,700 രൂപയായി വർദ്ധിച്ചു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളം 2.25 ലക്ഷമായി ഉയർന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പലിശരഹിത വാഹന വായ്പയും ആരോഗ്യ ഇൻഷുറൻസും ഉടൻ നടപ്പിലാക്കും. ഇതിനായി 70,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു.
48 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 52 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ ഖജനാവിനുണ്ടാവുന്നത്. നിശ്ചിത ധനക്കമ്മി 3.9% നിന്ന് വീണ്ടും ഉയരും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം മങ്കടയിൽ സദാചാര കൊലക്കേസിൽ കസ്റ്റഡിയിലുള്ള 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അബ്ദുൽ ഗഫൂർ, അബ്ദുൽ നാസർ, ഷറഫുദ്ദീൻ, ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും ലീഗ് പ്രവർത്തകരാണ്. അതേസമയം കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം ശക്തമാണ്. കൊലപാതകത്തിൽ നേരിട്ടു പങ്കുള്ള ഭർതൃ സഹോദരൻ അബ്ദുൽ ഗഫൂറാണ് 1-ാം പ്രതി. അബ്ദുൽ നാസർ, ഷഫീഖ്, ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റു പ്രതികൾ. 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന. അതേസമയം കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 2 പേർ ഒളിവിലാണ്. ഇവർ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് കരുതുന്നത്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സന്ദർശിച്ചതിന് തിങ്കളാഴ്ച രാത്രിയാണ് സംഘം കുന്നശ്ശേരി നസീറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിടിയിലായവരെല്ലാം സ്ത്രീയുടെ ബന്ധുക്കളും അയൽവാസികളുമാണ്. കൊലപാതകം, ആയുധം കൈവശം വയ്ക്കൽ, വീടുകയറി അക്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് റാഗിങ്ങിനിരയായ അശ്വതിയുടെ കുടുംബം. അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അന്വേഷണ സമിതി റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. ദളിത് വിദ്യാർത്ഥിനി അശ്വതിയെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ കൽബുർഗി അൽഖമർ കോളേജിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രാജീവ് ഗാന്ധി സർവകലാശാല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് അശ്വതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവും അശ്വതിക്കില്ല. അശ്വതിയെ സീനിയർ വിദ്യാർത്ഥിനികൾ ക്രൂരമായി പീഡിപ്പിച്ചതാണ്. യൂണിവേഴ്സിറ്റി അധികൃതരുടെ നിലപാട് സംശയാസ്പദമാണെന്നും തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോവില്ലേ എന്നുള്ളൊരു തോന്നലിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടിക്ക് എത്ര ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടി ഈ രൂപത്തിൽ ഇപ്പോഴും ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഞങ്ങളെ ഈ രൂപത്തിലുള്ള വേദനിപ്പിക്കുമെന്നാണ് നമുക്ക് സഹിക്കാൻ തീരെ കഴിയാത്തത്. കർണാടക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ഉന്നതർ ഇടപെട്ട് കേസ് അട്ടിമറിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും ചന്ദ്രൻ പറഞ്ഞു. ഇനിയും അതിൻ്റെതായിട്ടുള്ള കുട്ടിയുടെ മൊഴിയുടെ അനുസരിച്ച് ഇപ്പോഴും ഒരു കുട്ടിയെ നമ്മൾ കിട്ടുന്നില്ല. ഇവരൊക്കെ ആദ്യം ഒന്ന് പിടിച്ചൊതുക്കണ്ടേ. കർണാടക പോലീസ് ഇവിടെ വന്ന് ഇപ്പോഴും ആ കുട്ടിയെ കിട്ടിയിട്ടില്ല എന്നുള്ള നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെയാണ് എനിക്ക് ആശങ്കയുള്ളത് അതിന്റെ അന്വേഷണത്തിൽ. അശ്വതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെയും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. PV കുട്ടൻ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ കാഞ്ചീപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാളെ വൈകിട്ട് 4:30 കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം ജിഷയുടെ കൊലപാതക വിവരം സുഹൃത്തിനോട് അനാറുളിനോട് പറഞ്ഞിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ആസാമിലേക്കുള്ള യാത്രക്കിടെയാണ് അനാറുളിനോട് പറഞ്ഞത്. അനാറുളിനായി ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അസമിലെത്തി. ഇന്ന് പുലർച്ചെ 3:30 അതീവ രഹസ്യമായാണ് പോലീസ് അമീറുളുമായി കാഞ്ചീപുരത്തേക്ക് തിരിച്ചത്. 8 മണിയോടെ തമിഴ്നാട്ടിലെത്തിയ അന്വേഷണ സംഘം പ്രതിയെ കാഞ്ചീപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ആലുവയിലേക്ക് മടങ്ങും. ഇയാൾ പിടിയിലായത് കാഞ്ചീപുരത്ത് വെച്ചാണ്. ഇവിടെ ജോലി ചെയ്തിരുന്ന കൊറിയൻ കമ്പനിയിലും മറ്റും പ്രതിയെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ചത് കാഞ്ചീപുരത്താണെന്ന് അമീറുൾ മൊഴി നൽകിയിരുന്നു. വസ്ത്രം ഉപേക്ഷിച്ച സ്ഥലത്തെത്തിയും തെളിവെടുക്കും. കാഞ്ചീപുരത്ത് വെച്ച് അമീറുളിനെ കണ്ടുവെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുചെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. കാഞ്ചീപുരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്ന അന്വേഷണ സംഘം രാത്രിയോടെ ആലുവയിൽ തിരിച്ചെത്തും. ഇന്നലെ ഇയാളെ ജിഷ കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ വീട്ടിലും അമീറുളിന്റെ താമസ സ്ഥലത്തും കൊണ്ടുചെന്ന് തെളിവെടുത്തിരുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം 4:30 മുൻപായി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചവറ KMML-ലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. 2011 മുതൽ 16 വരെയുള്ള പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. കരാർ നൽകിയതിലും മറ്റും ലക്ഷങ്ങളുടെ അഴിമതി നടന്നെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് കൊല്ലം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. KMML-ലെ അഴിമതികൾ പീപ്പിൾ TVയാണ് പുറത്തുകൊണ്ടുവന്നത്. 14ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ വി ശശി തെരഞ്ഞെടുക്കപ്പെട്ടു. വി ശശി 90 വോട്ട് നേടിയപ്പോൾ UDF-ന്റെ IC ബാലകൃഷ്ണന് 45 വോട്ട് ലഭിച്ചു. PC ജോർജിന്റെ വോട്ട് അസാധുവായി. എന്തുകൊണ്ട് നോട്ട് ഇല്ലെന്നാണ് PC ജോർജ് ബാലറ്റ് പേപ്പറിൽ എഴുതിയത്. ചിറയൻകീഴ് MLA ആയ CPI-യുടെ വി ശശി എതിർ സ്ഥാനാർത്ഥിയായ IC ബാലകൃഷ്ണനേക്കാളും ഇരട്ടി വോട്ടുകൾ നേടിയാണ് 14ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തത്.
ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസിന്റേതടക്കം 90 വോട്ടുകളാണ് ശശിക്ക് ലഭിച്ചത്. IC ബാലകൃഷ്ണന് 45 വോട്ടുകൾ ലഭിച്ചപ്പോൾ PC ജോർജ് വോട്ട് അസാധുവാക്കി. എന്തുകൊണ്ട് നോട്ടയില്ല എന്നെഴുതിയാണ് PC വോട്ട് പെട്ടിയിലിട്ടത്. ശ്രീ IC ബാലകൃഷ്ണന് 45 വോട്ടും ശ്രീ V ശശിക്ക് 90 വോട്ടും കിട്ടിയിരിക്കുന്നു. ഒരു വോട്ട് അസാധുവാണ്. ശ്രീ V ശശിയെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ 5 പേരാണ് വോട്ട് രേഖപ്പെടുത്താത്തത്. ഭരണപക്ഷത്തു നിന്നും ചിറ്റൂർ MLA K കൃഷ്ണൻകുട്ടി ചിക്കൻ ബോക്സ് ചികിത്സയിലായതിനാൽ സഭയിൽ എത്തിയില്ല. പ്രതിപക്ഷത്തു നിന്നും C മമ്മൂട്ടിയും അനൂപ് ജേക്കബും വിദേശത്തായതിനാൽ 2 വോട്ട് അവർക്ക് കുറഞ്ഞു. BJP MLA O രാജഗോപാലിന്റെ അസാന്നിധ്യവും സഭയിൽ ഏറെ ശ്രദ്ധേയമായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് രേഖപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ രാജഗോപാലിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അദ്ദേഹം വോട്ടെടുപ്പിന് എത്താതിരുന്നത്. സഭയിൽ സീറ്റിലിരിക്കുന്ന ക്രമമനുസരിച്ചായിരുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. രഹസ്യ ബാലറ്റായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട V ശശി ഭരണ പ്രതിപക്ഷാംഗങ്ങളെ കണ്ടതിനു ശേഷമാണ് ഇരിപ്പിടത്തിൽ എത്തി ഔദ്യോഗികമായി ചുമതലയേറ്റത്. നിയമസഭയിൽ നിന്നും S ഷീജ. ചരക്ക് സേവന നികുതി ബില്ലിനെ സംസ്ഥാന സർക്കാർ എതിർക്കില്ലെന്ന് ധനമന്ത്രി. വാറ്റ് നികുതി വന്നപ്പോൾ തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതായെന്നും തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി കുടിശ്ശിക 1,26,008 കോടിയും പൊതുകടം 1,55,389 കോടിയുമായി ഉയർന്നതായും ധനമന്ത്രി സഭയെ അറിയിച്ചു. പ്രശസ്ത ചിത്രകാരൻ KG സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബറോഡയിലായിരുന്നു അന്ത്യം. കൂത്തുപറമ്പ് സ്വദേശിയായ സുബ്രഹ്മണ്യനെ രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. ചിത്രകാരനായും ശില്പിയായും കലാധ്യാപകനായും പതിറ്റാണ്ടുകളോളം സജീവമായിരുന്നു KG സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ആധുനിക ചിത്രകലയ്ക്ക് ഇന്ന് കാണുന്ന നിറവും ജീവനും പകർന്നു നൽകിയത് അദ്ദേഹമാണ്. ഇന്ത്യൻ കലാരംഗത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ മാനിച്ച് രാജ്യം പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കാളിദാസ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. 1924 കണ്ണൂർ കൂത്തുപറമ്പിൽ ജനിച്ച സുബ്രഹ്മണ്യൻ മദ്രാസ് പ്രസിഡൻസി കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായിരുന്നു. ജയിൽവാസം അനുഭവിച്ച സുബ്രഹ്മണ്യത്തിന് കോളേജുകളിൽ നിന്ന് വിലക്കേർപ്പെടുത്തുക വരെ ചെയ്തിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ. ശാന്തിനികേതനിൽ നടത്തിയ ഒരു സന്ദർശനമാണ് സുബ്രഹ്മണ്യന്റെ കലാജീവിതത്തെ മാറ്റിമറിച്ചത്. വിശ്വഭാരതി സർവകലാശാലയിൽ കലാപഠനത്തിന് ചേർന്ന സുബ്രഹ്മണ്യൻ നന്ദലാൽ ബോസ്, ബിഹാരി മുഖർജി, രാംകിങ്കർ ബൈജ് എന്നീ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ തന്നെ തന്റെ പ്രതിഭയെ ചായം തേച്ച് മിനുക്കിയെടുത്തു. ബ്രിട്ടീഷ് കൗൺസിൽ സ്കോളർഷിപ്പിൽ ലണ്ടനിലെ പ്രശസ്തമായ സ്ലേഡ് സ്കൂൾ ഓഫ് ആർട്സിലും പഠിച്ചിട്ടുണ്ട്. കുറച്ചുകാലം ന്യൂയോർക്കിൽ റോക്ക്ഫെല്ലർ ഫെലോയിലായിരുന്ന സുബ്രഹ്മണ്യൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാലയിലെ കലാഭവനിൽ അധ്യാപകനായി ചേർന്നു. ദി ബട്ടർഫ്ലൈ ആൻഡ് ദ ക്രിക്കറ്റ്, എ സമ്മറി സ്റ്റോറി, ദി ടെയിൽ ഓഫ് ദി ടോക്കിംഗ് ഫേസ് എന്നിവയാണ് KG സുബ്രഹ്മണ്യത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ എക്കാലത്തെയും അതുല്യ പ്രതിഭയായ KG സുബ്രഹ്മണ്യത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. മതേതരത്വത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ട ജീവിതമായിരുന്നു KG സുബ്രഹ്മണ്യത്തിന്റേതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. KG സുബ്രഹ്മണ്യന്റെ വേർപാട്, അദ്ദേഹം 92 വയസ്സിലാണ്, ഒരു പൂർണ്ണ ജീവിതത്തിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നഷ്ടമാണ്. വർഗീയതയ്ക്കെതിരായി മതേതരത്വത്തിൻ്റെ കരുത്തുറ്റ ഒരു കാവലാളായിരുന്നു KGS എക്കാലവും എന്നുള്ളത് പ്രത്യേകം ഇപ്പോൾ ഓർമ്മിക്കുന്നത് പ്രസക്തമാണ്. വാർത്തകളിലേക്ക്. ആഡംബര കാർ സർവീസ് ചെയ്യുന്നതിന്റെ പേരിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തുന്നതായി ആരോപണം. ന്യൂഇയർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD MM പ്രസാദാണ് മുത്തൂറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാർ വാങ്ങിയ കൊച്ചിയിലെ മുത്തൂറ്റ് മോട്ടോഴ്സ് ഷോറൂമിന് മുൻപിൽ MM പ്രസാദ് സൂചനാ നിരാഹാര സമരം നടത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-നാണ് ന്യൂഇയർ ഗ്രൂപ്പ് MD MM പ്രസാദ് കൊച്ചിയിലെ മുത്തൂറ്റ് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 65 ലക്ഷം രൂപ വില വരുന്ന ജാഗ്വാർ ലക്ഷറി മോഡൽ കാർ വാങ്ങിയത്. കാർ വാങ്ങി 1 മാസത്തിനകം തന്നെ പെയിന്റ് അടർന്നു പോകുന്നത് പരിഹരിക്കുന്നതിനായി ഷോറൂമിൽ കൊടുത്തു. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീണ്ടും തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 14 മാസമായി തുക തവണകളായി അടച്ചു വരുന്നുണ്ടെങ്കിലും കാർ ഇപ്പോഴും ഷോറൂമിൽ തന്നെയാണെന്നും ഈ കോർപ്പറേറ്റ് തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നും ന്യൂഇയർ ഗ്രൂപ്പ് MD MM പ്രസാദ് പറഞ്ഞു. അവർ ഷോറൂമിൽ വണ്ടി സെൻസർ ടൈപ്പാണ്, തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കിടക്കുകയാണ്.
ഇതുവരെ മുത്തറ്റിന്റെ അധികൃതരോ മാനേജ്മെന്റോ ഒരു ഇൻഫർമേഷനോ ഒന്നും തന്നില്ല. തികഞ്ഞ ധാർഷ്ട്യം. ലക്ഷറി വാഹനങ്ങൾ വിൽക്കുമ്പോൾ നല്ല സർവീസും ഉറപ്പുവരുത്തണം. ചൈനയിൽ നിന്നും വ്യാജ ഉപകരണങ്ങൾ വാങ്ങി ഉയർന്ന വിലയ്ക്ക് സ്പെയർ പാർട്സ് വിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്നും എം പ്രസാദ് പറഞ്ഞു. വാഹനം വാങ്ങിയ ഷോറൂമിന് മുന്നിൽ സൂചനാ നിരാഹാര സമരം നടത്തിയ പ്രസാദ് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാരം കിടക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടകൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന മാതൃകാ നിയമത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിയമപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ 365 ദിവസവും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുണ്ടാകും. ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. 10ൽ കൂടുതൽ ജീവനക്കാരുള്ള കടകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവയാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കടയുടമകൾക്ക് സൗകര്യം അനുസരിച്ച് സ്ഥാപനങ്ങൾ തുറക്കുകയും അടക്കുകയും ചെയ്യാം. സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സമയപരിധി ഉണ്ടാകില്ല. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വനിതാ ജീവനക്കാരെ രാത്രി ഷിഫ്റ്റുകളിൽ നിയോഗിക്കാം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് നിയമം തയ്യാറാക്കിയത്. മാതൃകാ നിയമമായതിനാൽ ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനങ്ങളാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങളും ചട്ടങ്ങളുമാണുള്ളത്. കൂടുതൽ സമയം തുറന്നിരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിക്കുക വഴി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. തലാഖിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും വിശദീകരണം തേടി. മുസ്ലിം വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ തലാഖിനെതിരെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് തലാഖിന്റെ നിയമസാധുതയിൽ സുപ്രീം കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹ മോചന രീതിയുടെ ഭരണഘടനാപരമായ സാധുതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കി. 3 തവണ തലാഖ് ചൊല്ലിയാൽ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന ഇസ്ലാമിക നിയമരീതി മൗലികാവകാശ ലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും സുപ്രീം കോടതി വിശദീകരണം തേടി. ഇസ്ലാമിക നിയമം അനുസരിച്ച് 3 തവണ തലാഖ് ചൊല്ലി പുരുഷനെ ഭാര്യ ഉപേക്ഷിക്കാമെന്ന രീതിയിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് നിലവിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാട്. നേരത്തെ മുസ്ലിം വ്യക്തി നിയമത്തിലെ നിക്കാഹ് ഹലാല, ബഹുഭാര്യാത്വം എന്നിവയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രമുഖ ബിൽഡേഴ്സ് ഗ്രൂപ്പായ SFSന്റെ ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തെ ആസ്ഥാന മന്ദിരത്തിലാണ് പരിശോധന നടത്തിയത്. തലസ്ഥാനത്തെ പ്രമുഖ ബിൽഡേഴ്സായ SFSന്റെ വെള്ളയമ്പലത്തെ ആസ്ഥാന മന്ദിരത്തിലാണ് റെയ്ഡ് നടന്നത്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. SFS ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിലെത്തിയ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനാ വിഭാഗം രേഖകൾ പരിശോധിച്ചു. ഇൻകം ടാക്സ് റിട്ടേണുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് സംഘം പരിശോധിച്ചത്. വരവ് ചെലവ് കണക്കുകളും ബാങ്ക് രേഖകളും പരിശോധനയ്ക്ക് വിധേയമായി. രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഉച്ചകഴിഞ്ഞും തുടർന്നു. പതിവ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചതെന്നും അസ്വാഭാവികത ഇല്ലെന്നുമാണ് SFS വൃത്തങ്ങൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. ആദായ നികുതി വകുപ്പിലെ തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയാണ് ബാംഗ്ലൂർ സംഘം നേരിട്ട് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അടച്ചുറപ്പുള്ള വീട് കൊതിക്കുന്ന നിരാലംബരായ വീട്ടമ്മമാരിൽ ഒരാളാണ് ഐഷ. തെരുവിൽ നിന്നും കണ്ടെടുത്ത നായ്ക്കളെ പെൺമക്കൾക്ക് കാവലിരുത്തുന്നു ഈ അമ്മ. ഒരു തുണ്ട് ഭൂമിക്കും അതിലൊരു വീടിനുമായുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കുത്തിയൊഴുകുന്ന കൊടുൂരാറിനു കുറുകെ കോടിമത പാലത്തിനരികിലെ പുറമ്പോക്കിലാണ് 2 പെൺമക്കളും പേരക്കിടാങ്ങളും അടങ്ങുന്ന ഐഷയുടെ 5-അംഗ കുടുംബം കഴിയുന്നത്. തലചായ്ക്കാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ ഒരു കൂരയോ ഇല്ലാത്ത ഐഷ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീടിനായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. പ്രതീക്ഷകൾ അസ്തമിച്ച മനോവിഷമത്തിൽ ഐഷയുടെ ഭർത്താവ് രാജു തൂങ്ങി മരിച്ചു. അതോടെ ഈ കുടുംബം അനാഥമായി. മൂത്ത മകളുടെ ഭർത്താവ് ഷോക്കേറ്റ് മരിച്ചതോടെ അവരും 2 പേരക്കുട്ടികളും ഐഷയുടെ തണലിലായി. അടുത്ത പറമ്പിലെ പുല്ലുവെട്ടി വിറ്റ് കിട്ടുന്ന തുച്ഛമായ കാശാണ് അന്നത്തെ അന്നത്തിനുള്ള ഏക ആശ്രയം. അവരെപ്പോഴും പറഞ്ഞു ഞങ്ങളെ ഒഴിപ്പിക്കണമെന്നാ പറഞ്ഞു. ഞങ്ങൾ ഈയിടെ പുല്ലമ്പള്ളി ഓഫീസിൽ ചെന്നായിരുന്നു. അന്നേരം പറഞ്ഞു ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണം അങ്ങനെ പറയുന്നത്. അവരുടെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് സ്ഥലമില്ലായിട്ടുണ്ടല്ലോ ഞാൻ പുറമ്പോക്കി പുര വെച്ച് താമസിക്കുന്നത്. ഈ 2 പെൺകുട്ടികളെ ഇട്ടിട്ട് ഞങ്ങൾ തെരുവിൽ കിടക്കാനൊക്കെ വീടിനകത്ത് പോലും കിടക്കാൻ സുരക്ഷിതമില്ല. നിലവിൽ കോടിമത പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഏതു നിമിഷവും ഈ പുറമ്പോക്കിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അവർ എറിയപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രതിസന്ധികൾക്കിടയിലും സ്വന്തമായ ഒരു കൂരയില്ലാത്ത ഐഷ ഉടമകൾ തെരുവിൽ ഉപേക്ഷിച്ച പട്ടികൾക്കും പൂച്ചകൾക്കും അഭയം നൽകുന്നുണ്ട്. തെരുവിലലയുന്ന മൃഗങ്ങളുടെ പുനരധിവാസത്തിന്റെ മാതൃക കൂടിയാണ് ഈ പ്രവൃത്തിയിലൂടെ അവർ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്നത്. സ്വന്തമായി കൂരയില്ലെങ്കിലും ആ പരാധീനതകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ വഴിയാണ്. ഇവർക്കുമേലെങ്കിലും
അധികാരികൾ കാരുണ്യം ചൊരിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം ഇനിയും മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ സംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്, കോട്ടയം. ആലപ്പുഴ ഹരിപ്പാടിനടുത്ത് കുമാരപുരം എരിക്കാവിൽ സ്കൂൾ ബസ് വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. ഹരിപ്പാട് KKKVM സ്കൂളിലെ LP UP വിദ്യാർത്ഥികളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 41 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇടുങ്ങിയ റോഡിൽ ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് കുരുന്നുകളുടെ ജീവൻ രക്ഷിച്ചത്. അപകടം കണ്ടുനിന്ന നാട്ടുകാരിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.